ഫ്രണ്ട്സ്, അപ്പോൾ സൈറ്റിൽ RCB ട്രിപ്പിംഗ് ആയിട്ട് പോയതാണ്ടോ. RCB ട്രിപ്പിംഗ് പറഞ്ഞാൽ ഒരുപാട് കാരണം കൊണ്ട് നമുക്ക് RCB ട്രിപ്പ് ആവും. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ടൈമിംഗ് ഇല്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് ട്രിപ്പ് ആവുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ചെക്ക് ചെയ്ത് അവസാനം ഈ ഫാനിലേക്ക് വന്ന് നോക്കുമ്പോൾ ഈ ഫാനിൻ്റെ വയർ വന്ന ആ ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ പുതിയ മോഡൽ ഫാനിലൊക്കെ ചെറിയൊരു സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹോള് കൊടുക്കുന്നത്. അത് ഇലക്ട്രീഷ്യനാണോ അതോ വീടിൻ്റെ ഹൗസ് ഓണറാണോ ഫിറ്റ് ചെയ്ത് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ അതിൽക്കൂടി ഒരു കാരണവശാലും വയർ എടുക്കരുത്. ഈ വയർ എപ്പോഴും എടുക്കേണ്ടത് ഫാനിൻ്റെ 2 ഹോൾ ഉണ്ടാവും. നമുക്ക് ചില കമ്പനിയിൽ ഒരു ഹോളേ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹോളായിരിക്കും, ഒരു 8 mm ഹോളൊക്കെ ആയിരിക്കും ആ ഫാനിൻ്റെ ഉള്ളിൽ വരിക. അതിൽ കൂടിയാണ് വയർ എടുക്കേണ്ടത്. ഒരു കാരണവശാലും ഈ കുഞ്ഞു ഹോൾ കൂടി ഒന്നും വയർ എടുക്കരുത്. അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് വയർ ഷോർട്ടായിട്ട് ഇതേപോലെ RCB ട്രിപ്പ് ആവും. അപ്പോൾ നമ്മൾ ഈ യെല്ലോ വയറാണ് ട്രിപ്പ് അയക്കുന്നത്, ന്യൂട്രൽ വയറാണ്. അപ്പോൾ ഇതെങ്ങനെ ട്രിപ്പ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാൻ ഓൺ ആക്കുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഓണായ വഴിക്കൊന്ന് ഫാൻ ഒന്ന് ഒരു മൊത്തത്തിലൊന്ന് തിരിയും. അപ്പോൾ തിരിയുമ്പോൾ ഹുക്കിൽ തട്ടിയിട്ട് ഷാക്കിൽ ഹുക്കുമ്പോൾ ടച്ച് ആയിട്ടാണ് ഈ RCB ട്രിപ്പ് ആകുന്നത്. മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യാം.